ആ നിക്ഷേപകൻ ആര്? ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണിത്. ചോദ്യം ഉയർത്തുന്നവരിൽ CPM-ഉം പ്രതിപക്ഷവും ഒരു കൂട്ടം മാധ്യമങ്ങളുമുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്നത് മുഖ്യമന്ത്രി VD സതീശനോടാണ്. എന്താണ് ഇങ്ങനെയൊരു ചോദ്യം ഉയരാനുണ്ടായ സാഹചര്യം? അടുത്തിടെയാണ് മുഖ്യമന്ത്രിയുടെ കൊച്ചിയിലേക്കുള്ള ഒരു ഹെലികോപ്റ്റർ യാത്ര വിവാദമായത്. മുൻ സർക്കാർ വാടകയ്ക്കെടുത്തിട്ടിരുന്ന ഹെലികോപ്റ്ററിൽ VD സതീശൻ കൊച്ചിയിൽ പോയിരുന്നു. ഈ യാത്ര സ്വകാര്യ ആവശ്യത്തിനായിരുന്നുവെന്നും ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ കാണാനാണ് മുഖ്യമന്ത്രി പോയതെന്നും ചൂണ്ടിക്കാട്ടി മുൻ മന്ത്രി MB രാജേഷ് ഉൾപ്പെടെയുള്ള CPM നേതാക്കളാണ് ആദ്യം രംഗത്തിറങ്ങിയത്. പിണറായി വിജയന്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിനെ നിശിതമായി വിമർശിച്ചിരുന്നവരാണ് UDF. ആ മുന്നണിയുടെ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കെ അതേ ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചത് അനുചിതമാണെന്നുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. സംഭവം വിവാദമായതോടെ ഈ മാസം 3-ാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തി. ഒരു നിക്ഷേപക ഗ്രൂപ്പുമായി നേരത്തെ ഒരു ഡിന്നർ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. അതിനായി കൊച്ചിയിൽ പോകാൻ വന്ദേ ഭാരതിൽ ടിക്കറ്റും ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ കൂടിക്കാഴ്ച നേരത്തെയാക്കണമെന്ന് നിക്ഷേപക ഗ്രൂപ്പ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എളുപ്പം എത്തുന്നതിന് വേണ്ടിയാണ് താൻ ഹെലികോപ്റ്ററിൽ പോയതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇതേ ഗ്രൂപ്പ് തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തിയ ശേഷമാണ് കേരളത്തിലെത്തിയത്. അപ്പോൾ താൻ കാണാതിരുന്നാൽ പിന്നീട് വിവാദമാകും. ആ നിക്ഷേപം കേരളത്തിന് നഷ്ടപ്പെടരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ പോയി കണ്ട് ചർച്ച നടത്തിയതെന്നാണ് സതീശൻ വ്യക്തമാക്കിയത്. ആരുമായാണ് ചർച്ച നടത്തിയതെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് സമയമാകുമ്പോൾ പറയാം, അവരെ കൂടി വലിച്ചിഴച്ച് വിവാദമാക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു മറുപടി. എന്നാൽ വിവാദം അവിടെ അവസാനിച്ചില്ല. ഈ നിക്ഷേപക ഗ്രൂപ്പ് ആരെന്ന ചോദ്യം അവിടെ മുതലാണ് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ അന്നേ ദിവസത്തെ പ്രോഗ്രാം ഷെഡ്യൂൾ ഉൾപ്പെടെ വിശകലനം ചെയ്ത് അങ്ങനെയൊരു നിക്ഷേപക ഗ്രൂപ്പുമായി ചർച്ച നടന്നിട്ടില്ലെന്ന നിഗമനത്തിലേക്ക് മാധ്യമങ്ങൾ എത്തി. ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സതീശന് നേരിടേണ്ടി വന്നു. നിക്ഷേപകരുമായുള്ള കൂടിക്കാഴ്ച ഇത്ര രഹസ്യമാക്കുന്നത് എന്തിനെന്ന സംശയമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നത്. അന്ന് നൽകിയ മറുപടി പക്ഷേ മുഖ്യമന്ത്രിയെ കൂടുതൽ സംശയമുനയിൽ നിർത്തുന്നതായി. രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ തിരുവനന്തപുരത്ത് വന്ന് കാണും. അന്ന് താൻ കൊച്ചിയിലുണ്ടായിരുന്നതുകൊണ്ട് അവിടെ വന്ന് കണ്ടു. ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടികളിലും നിലപാടുകളിലും വ്യക്തതക്കുറവുണ്ട് എന്നതിൽ തർക്കമില്ല. സതീശനെ ഉന്നമിട്ട് നോക്കിയിരുന്ന CPM ഈ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിക്ഷേപകൻ ആരെന്ന് വെളിപ്പെടുത്താൻ എന്താണ് മടിയെന്നും പുറത്തു പറയാനാകാത്ത എന്ത് ഡീലാണ് മുഖ്യമന്ത്രിക്കെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. കളവ് പറയാതെ സമാധാനം കിട്ടാത്തയാളാണ് സതീശനെന്ന് ആക്ഷേപിക്കുന്നുമുണ്ട് CPM സെക്രട്ടറി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയ നിക്ഷേപകൻ ആരെന്ന ചോദ്യം ഉയരുമ്പോഴാണ് കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു നിക്ഷേപകന്റെ കാര്യം ഓർമ്മ വരുന്നത്. ആ നിക്ഷേപകനെ കുറിച്ച് കേട്ടത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. പിണറായിയുടെ അന്നത്തെ ആ വെളിപ്പെടുത്തൽ ഓർമ്മയില്ലേ? വ്യവസായ മന്ത്രി ഒരാളെ കൂട്ടി എൻ്റെ അടുത്ത് വന്നു, ഒരു നിക്ഷേപകൻ. അയാളുടെ നിക്ഷേപക തുക കേട്ടപ്പോൾ പെട്ടെന്നൊരു ആശ്ചര്യം തോന്നി. 3 ലക്ഷം കോടിയിൽ പരം രൂപയുടെ നിക്ഷേപം നടത്താൻ സന്നദ്ധത കാണിച്ചാണ് വന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് കേരളത്തിലേക്ക് വരാൻ പ്രത്യേക കാരണം? അദ്ദേഹം പറഞ്ഞ ഉത്തരമാണ് ഏറ്റവും പ്രധാനം. ഇതുപോലെ സമാധാനം നിലനിൽക്കുന്ന ഒരു സ്ഥലം വേറെയില്ല. ഇവിടെ ഒരു തരത്തിലുള്ള വർഗീയ പ്രശ്നങ്ങളുമില്ല. ഇവിടെ നല്ല സ്ഥിരതയുണ്ട്. ഞങ്ങൾക്കിവിടെ ശാന്തമായ കാര്യങ്ങൾ നടത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടം തിരഞ്ഞെടുക്കാൻ കാരണം. നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് തോന്നും. പക്ഷേ നമ്മുടെ രാജ്യത്തെ, ലോകത്തെ നിക്ഷേപകർ കേരളത്തെ എങ്ങനെ കാണുന്നു എന്നതാണ് ഇതിലൂടെയൊക്കെ കാണുന്നത്. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന പ്രചരണം LDF സർക്കാർ കൊടുമ്പിരിക്കൊണ്ട് നടത്തിയിരുന്ന കാലത്ത് പുറത്തുവന്ന ഈ കഥ മുഖ്യമന്ത്രിയിൽ മാത്രം ഒതുങ്ങിയില്ല. പിന്നീട് ഒരിക്കൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന MV ഗോവിന്ദനും ഇത് ആവർത്തിക്കുന്നത് കേരളം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്, ആരാണ് കേരളത്തിൽ 3 ലക്ഷം കോടി നിക്ഷേപിക്കാൻ അന്ന് താല്പര്യം കാട്ടിയ നിക്ഷേപകൻ എന്നത്. അതാരായിരുന്നു എന്ന് ചോദിക്കാൻ കോൺഗ്രസോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരോ ധൈര്യം കാട്ടുമോ എന്ന് അറിയില്ല. സത്യത്തിൽ അത് തുറന്നു പറഞ്ഞ് മാതൃക കാട്ടാൻ CPM-ന് പറ്റിയ അവസരമാണിത്. മാത്രവുമല്ല, ആ നിക്ഷേപത്തിനുള്ള സാധ്യത അവശേഷിക്കുന്നെങ്കിൽ നിലവിലെ UDF സർക്കാരിനും അതുമായി മുന്നോട്ട് പോകാവുന്നതാണല്ലോ. ആ വഴിക്ക് സതീശന് ചിന്തിക്കാവുന്നതുമാണ്. കാരണം ഒന്നും രണ്ടുമല്ല, ഒറ്റയടിക്ക് 3 ലക്ഷം കോടിയാണ് കയ്യിൽ വരുന്നത്. CPM-ന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച നിക്ഷേപകനായതിനാൽ അവർക്കും മറ്റാരോപണങ്ങളോ എതിർപ്പുകളോ ഉണ്ടാകാൻ വഴിയുമില്ല. അങ്ങനെ കാണാമറയത്ത് നിൽക്കുന്ന നിക്ഷേപകരെല്ലാം വെളിച്ചത്ത് വരട്ടെ.